ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ചെറുതുരുത്തിയുള്ള നീള ബോട്ട് ക്ലബിലേക്ക് വന്നിരിക്കുകയാണ്. പലർക്കും അറിയുണ്ടാവും നീള ബോട്ട് ക്ലബ്. ഇവിടെ ചെറുതുരുത്തി ബ്രിഡ്ജും കണക്ട് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ 3D ഉണ്ട്, ഞായറാഴ്ച കൊണ്ട് പാർക്കിൽ കളിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെന്താ, ബോട്ടിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ വെറുതെ ഈ കടയിൽ ഈ സാധനത്തിന് എത്രയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ വന്ന് ഇരുന്നിട്ട് കുടിക്കാനായിട്ട് ഒരു കിസ്മിസുണ്ട്. പിന്നെ ഈ ഊഞ്ഞാലിനും പൈസ ഒന്നും വേണ്ട, ഇത് ഫ്രീ ആയിട്ട് ആടുന്ന ഒരു കുഞ്ഞു ഊഞ്ഞാലാണ്. എനിക്കിരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൽ, പക്ഷെ എന്നാലും ഞാൻ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിൽ ആടാൻ. ഞാൻ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ എൻ്റെ കസിനും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പം, റിഫ. ഞാനും എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ കസിനും പാടെയാണ് പോയത്. പിന്നെ ഞാൻ ഈ ടയറിലിരുന്ന് ഫസ്റ്റ് അവളായിരുന്നു. എനിക്ക് ആ ടയറിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല അതിൽ. ഞാൻ ഇരിക്കുമ്പോൾ വീഴാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല. പിന്നെ ഞാൻ നേരെ പാർക്കിൽ കളിക്കാൻ ഓടി. ടിക്കറ്റ് എടുക്കണമായിരുന്നു, ഒരാൾക്ക് 20 രൂപയാണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കൊക്കെ ടിക്കറ്റ് എടുത്തു. ഇതാണ് ഇവിടുത്തെ ഭാരതപ്പുഴ. ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ കയറി, പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കണില്ല ബോട്ടിങ്. പിന്നെ ഞാനവിടെ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നു. എനിക്ക് പാർക്കിൽ കളിക്കാൻ പോകാനായിരുന്നു പൂതി ഉണ്ടായിരുന്നു. ബോട്ടിങ്ങൊക്കെ കയറി കഴിഞ്ഞു, പക്ഷെ ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ട് അത് ഇടണില്ല ഇതിൽ. പിന്നെ 3D അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. 3Dക്ക് ഇതാ ഒരാളിന് എത്ര രൂപയെന്നൊക്കെ ചോദിച്ചപ്പോൾ 100 രൂപയാണെന്നും പറഞ്ഞു. ഇതാണ് അവിടുത്തെ ടിക്കറ്റ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് വേഗം ഓടിപ്പോയി കയറി. എനിക്ക് അവിടെയുള്ള ട്രാംപോളിനിൽ കയറാനായിരുന്നു നല്ല ഇഷ്ടം. ഞാനിവിടെ വന്നിട്ട് പലപ്പോഴും ഫസ്റ്റ് തന്നെ അതിലാണ് ചാടി കയറൽ. ഇതായി ട്രാംപോളിനിൽ നല്ല രസമാണ് ഇതിൽ ചാടാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. ഓടാനും ചാടാനൊക്കെ നല്ല സുഖമാണ്. അതിൽ ഞാനും പൊന്നുകളും കുറേ കളിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കയറാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കും. ട്യൂഷനും ടൂറ് വന്നിട്ടായിരുന്നു കുട്ടികളൊക്കെ, എന്നിട്ട് ആകെ തിരക്കാറ്. പക്ഷെ എന്നാലും ഞങ്ങൾ പോയി ഫ്രണ്ട്സ്. പൊട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതൊന്നും ഞങ്ങൾ കാര്യമാക്കില്ല. അതിൻ്റെ അപ്പുറത്ത് കൂടെ ഞങ്ങൾ പോയി. ചാടുമ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു, അടിക്ക് വീഴുമെന്ന്. വീണാലും എന്താലേ. പിന്നെ വലിയവരിനൊക്കെ പുറത്താക്കി ഫ്രണ്ട്സ്. ചെറിയ കുട്ടികൾക്കാണ് ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിന്നു. എൻ്റെ താത്താനൊക്കെ വിട്ടാക്കി സെക്യൂരിറ്റി വന്നിട്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ട് ഒടുക്കത്തെ തിരക്കായി. പിന്നെ ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം പുഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ തന്നെ ഇരുന്നു. അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പുറത്ത് മതിൽ കെട്ടാൻ പോകുന്നു. ഇതാണ് നമ്മുടെ പാലം. ഇവിടെ ബോട്ടിങ്ങിന് വരുമ്പോൾ എങ്ങനെയാ വെച്ചിട്ടാ, ഇവരൊരു കുറച്ച് ദൂരമായിട്ടൊരു റെഡ് കളറിലെ കൊടി കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അതുവരെ പോകാൻ പാടുള്ളൂ, എന്നിട്ട് തിരിച്ചു വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ലൈഡിനൊക്കെ കയറി. ഏറ്റവും സുഖം ഉണ്ടായിരുന്ന സ്ലൈഡ് ഇങ്ങനെ വട്ടം കറങ്ങി പോകുന്നതായിരുന്നു. ബാക്കിയുള്ളതിലൊക്കെ കയറാൻ ഞാൻ സ്ലൈഡിൽ ഒരുസി കഴിഞ്ഞിട്ട് ഞാൻ ഈ തല കറങ്ങുന്നതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇതിൽ കയറിയിട്ട് എൻ്റെ തലയൊക്കെ കറങ്ങി. ഞാനൊരു എൻ്റെ താത്ത എത്ര സ്പീഡിലാന്ന് അറിയാട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരി സെയ്റയും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അയൽവക്കാണ്. അവളും ഞാൻ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. പെട്ടെന്ന് അവൾ വന്നു. പിന്നെ ഞാൻ അവളായിട്ട് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എൻജോയ് ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി, നല്ല രസമാണ്. പിന്നെ ഇതിലും കയറി. ഇതിൽ കയറാൻ നല്ല രസമാണ്. ഇതിലിരുന്നങ്ങനെ
ഇങ്ങനെ ഹൃദയമൊക്കെ എന്തോ പോലെ ഫീൽ ചെയ്യും നമ്മൾക്ക്. പിന്നെ ഞാൻ ട്രാംപോളിനിൽ കയറിയിട്ട് ഈ സ്ലൈഡിൽ കയറി ഇങ്ങനെ തല കറങ്ങി ഇങ്ങനെ വട്ടമായിട്ടുള്ള സ്ലൈഡിൽ കയറി. അതിൻ്റെ എൻ്റെ ഉമ്മ ഊഞ്ഞാലിലൊക്കെ ഇരുന്നു. ഇവിടെ ഊഞ്ഞാലുണ്ട്. വെറുതെ ഇങ്ങനെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ ഇവിടെ ഭാരതപ്പുഴയൊക്കെ വന്നാൽ മതി. കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട് നമുക്ക് ഈ നീള ബോട്ടിങ്ങിലൊക്കെ വന്നിട്ട് 3D ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട്. പിന്നെ അപ്പുറത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്ക് ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ പണി നടക്കുകയാണ്. പുതിയ പാർക്ക് വരാൻ പോവുകയാണ്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഇതിൽ വെറും 20 രൂപയുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിൽ പിന്നെയും കയറി. ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഫ്രണ്ട്സ്. പിന്നെ ഞാൻ ഈ ഒരു ഊഞ്ഞാലിലും കയറി. ഞാൻ ഒറ്റയ്ക്ക് ആടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിൻ, എൻ്റെ താത്ത വന്നിട്ട് അവൾ ആട്ടിത്തരാൻ പറഞ്ഞിട്ട് അവൾ വന്ന് ആട്ടി തന്നു. അവൾ ആട്ടി തരുമ്പോൾ നായ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവളിങ്ങനെ അപ്പുറത്തേക്ക് ഇട്ടില്ല മാത്രം. നല്ല സ്പീഡിലാണ് അവൾ ആട്ടിയത്. പിന്നെ അതാണ് ഭാരതപ്പുഴ. ഇതാണ് ഭാരതപ്പുഴ. അപ്പുറത്ത് പണി നടക്കുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടാവും. ചെറുതായിട്ട് മണ്ണൊക്കെ. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. അവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ വീടുകൾക്കൊന്നും വെള്ളമൊന്നും ആവാണ്ടിരിക്കാൻ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വെള്ളമൊക്കെ ബ്രിഡ്ജിൻ്റെ അതുവരെ എത്തി പൊങ്ങും ഫ്രണ്ട്സ്. അപ്പോൾ അതങ്ങനെ പൊങ്ങുമ്പോൾ ആ വീടുകൾക്കൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതിൽ കെട്ടുന്നത്. ഭാരതപ്പുഴ നിറഞ്ഞ് അങ്ങോട്ടൊക്കെ പോവും. ബ്രിഡ്ജിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു ചുമപ്പ് കൊടി കണ്ടില്ല. അതുവരെ പോകാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മ്യൂസിക്കൊക്കെ പോയി. അപ്പോഴാണ് എൻ്റെ മാമാനെ പോണ വഴിക്ക് കണ്ടത്. പിന്നെ എൻ്റെ മാമ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ മേടിച്ചു തന്നതാണ് എൻ്റെ മാമ. അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങൾ അപ്പോൾ ജ്യൂസൊക്കെ കഴിച്ച് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.